ഹേ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അതിലെ വ്ലോഗ് ചെയ്യപ്പോൾ നമ്മളിതാ ശംഖുമുഖത്ത് അതിസാഹസികമായി എത്തിയിട്ടുണ്ട് ഗൈസ്. ഭയങ്കര തിരക്കാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് റോഡ് ഫുൾ തിരക്കാണ്. തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു ഗൈസ്. നമ്മളെങ്ങനെ അതിസാഹസികമായിട്ട് ഭയങ്കര തിരക്ക് ഗൈസ്, ഭയങ്കര തിരക്ക്. അങ്ങനെ ഗൈസ് നമ്മുടെ ശംഖുമുഖത്ത് ഇവിടെ പുതിയതായിട്ട് ഒരു പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു, ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ അവിടെ നമ്മൾ ചുമ്മാ പോകുന്നെന്ന് വിചാരിച്ചു. അവിടെ DJയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുവാണ്. ഞങ്ങൾ പോയത് തന്നെ നല്ല ലേറ്റായി. സോ അതുകൊണ്ടാണ് ഭയങ്കര ആളവിടെ ഇന്ന് അടുക്കാൻ വയ്യ. നല്ല വൈബിൽ എല്ലാവരും നല്ല ന്യൂ ഇയർ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ഫുൾ ഡാൻസും പാട്ട് മേളവും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്ന് നമ്മൾ കടലിൻ്റെ അവിടെ പോകുമെന്ന് വിചാരിച്ചു. അവിടെ പോയപ്പോൾ എൻ്റെ കണ്ണ് വീണ്ടും അടിച്ചു പോയി. കണ്ടില്ലേ, ന്യൂ ഇയർ ആയതുകൊണ്ട് ആരും വീട്ടിലിരിക്കാതെ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുവാണ്. ഭയങ്കര തിരക്ക് ഇവിടെ. അപ്പോൾ നമ്മളിതാ ശംഖുമുഖത്ത് എത്തിയിരിക്കുവാണ്. നല്ല തിരക്കുണ്ട് ഗൈസ്. കണ്ടില്ലേ, ബാക്കിനെ കാണാൻ നമ്മൾ ഇരിക്കാൻ പ്ലേസ് അന്വേഷിച്ച് നടക്കുവാണ്. ഭയങ്കര തിരക്ക് കാരണം നമ്മുടെ ശംഖുമുഖം ടീം ഫുൾ വൈബോട് കൂടി 2025 വെൽക്കം ചെയ്യാൻ നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും രണ്ടും കളിപ്പിച്ച് കട്ടയ്ക്ക് നിൽക്കുകയാണ്. ന്യൂ ഇയറിന് ശംഖുമുഖത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കനാക്കുന്നായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും മണ്ണിലിറങ്ങി ഗൈസ്. മണ്ണിലിറങ്ങി നടക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. അവിടെ ഒരുപാട് ബോട്ടും കാര്യങ്ങളും, അതിൽ ഒരുപാട് ആൾക്കാരും എല്ലാവരും ഉണ്ട്. പിന്നെ പടക്കങ്ങളൊക്കെ ഇട്ടപ്പട്ടപ്പ പൊട്ടാൻ തുടങ്ങി. നമ്മുടെ 2025 എല്ലാവരും നല്ല ആവേശത്തിൽ വെൽക്കം ചെയ്യാൻ പോകുന്ന ആ ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് പടക്കങ്ങൾ പൊട്ടി. അതിനിടെ കൂടെ ഒരുപാട് പേര് ബഹളവും വിളികളും ഒക്കെ ആയിട്ട് വൈബടിച്ച് നിൽക്കുവാണ്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. സംസാരിക്കാൻ ഭയങ്കര ചമ്മലം. സംഭവം ഫുൾ നല്ല തിരക്ക്. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ നിന്ന് ബഹളം വെച്ച് സംസാരിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് നോക്കുന്നു. ഇതായി ഞാൻ ഭയങ്കര ഇതിൽ നിൽക്കുക. ഞാൻ ഫുൾ കാണാൻ വേണ്ടി നിൽക്കുക, എന്താണ് ഇവിടുത്തെ വൈബ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ നിൽക്കുമായിരുന്നു. സോ അപ്പോൾ എല്ലാവരും ഫോണിൽ ടൈം നോക്കി നിൽക്കുവാണ്. ഞാനും അതുപോലെ ഫോണിൽ ടൈം നോക്കി നിന്നു ഗൈസ്. എല്ലാവരും കണ്ടില്ലേ, നല്ല ആൾക്കാരുണ്ട്. വീട്ടിൽ നിന്ന് അമ്മമ്മമാർ അമ്മച്ചിമാർ വരെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൂപ്പന്മാർ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ന്യൂ ഇയർ ആയിട്ട്. നമ്മുടെ ആ ന്യൂ ഇയർ ഡേ വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ ന്യൂ ഇയർ 2025 വെൽക്കം ചെയ്യാൻ പോവുകയാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന്. അത് നമ്മുടെ ശംഖുമുഖത്ത് നിന്നാണ് നമ്മൾ വെൽക്കം ചെയ്യാൻ പോകുന്നത്. സോ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അവസാന ഘട്ടം. നമുക്ക് ഈ ഒരു 3 മിനിറ്റ് കൂടെ ഉണ്ട്. സമയം പോകുന്നില്ല, അതാണ് പ്രശ്നം. അങ്ങനെ എല്ലാവരും ഹാപ്പിയോടെ സാഡോടെ ആർപ്പ് വിളിച്ച് നമ്മുടെ 2025 വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ആ മൂമെൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. 2 മിനിറ്റ് കൂടി നമ്മുടെ കൺമുമ്പിലുള്ളൂ. നമ്മുടെ 2024 ബൈ പറയാൻ പോവുകയാണ് ഗൈസ്. 1 Happy New Year guys. 12 മണിയായി. 12 മണിയായിരിക്കുന്നു guys. Happy New Year guys. അങ്ങനെ നമ്മുടെ 2025 ആയിരുന്നു. എൻ്റെ ആദ്യത്തെ ന്യൂ ഇയർ ആയിട്ട് ഞാൻ തുമ്മി ഗൈസ്. എല്ലാവരും ഇവിടെ ന്യൂ ഇയർ പ്രോഗ്രാം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പൊക്കോണ്ടൊക്കെ ഇരിക്കുവാണ്. 1-2 പേരൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ, ഫസ്റ്റ് 2025 ഫസ്റ്റ് ഐസ്ക്രീമാണ് നമ്മൾ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഏതെങ്കിലും ഒരു ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് വാങ്ങാം. ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഐസ്ക്രീമാണ്. നമ്മളങ്ങനെ ഐസ്ക്രീം ഒക്കെ കുടിച്ചു. ഇനി നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോകാം. നമ്മളങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു. പിന്നെ ഇനി ഇവിടെ പാട്ട് പാടുന്നു. അപ്പോൾ ഇവിടെ നോക്കുന്നു. എന്താണ് ഈ 2025 ആയതിന് പറയാനുള്ളത്? നിനക്ക് എന്തൊക്കെയാണ് മാറ്റാൻ താല്പര്യം നിന്റെ ലൈഫ് സ്റ്റൈലില്? അവന്റെ കാല് മാറ്റണം, അവന്റെ കൈ മാറ്റണം, അവന്റെ തല മാറ്റണം. ഈ 2 മണ്ടന്മാർക്കും പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും വരുത്താൻ താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ ഇരിക്കുവാണ്.
അപ്പോൾ അതാ നമ്മളങ്ങനെ ആദ്യം വന്ന പാർക്കിൽ ഇതാ വീണ്ടും വന്നിരിക്കുവാണ്. ഇപ്പോൾ നോക്കിക്കേ, തിരക്കൊന്നുമില്ല, എല്ലാവരും പോയി. നേരത്തെയൊന്നും ഇവിടെ അടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അമ്മാതിരി തിരക്കായിരുന്നു. ഇപ്പോൾ ഇതാ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓഫ് ചെയ്ത് DJ ഒക്കെ കഴിഞ്ഞു ഗൈസ്. എല്ലാം കഴിഞ്ഞു ഗൈസ്, എല്ലാം കഴിഞ്ഞു. നേരത്തെ അടുക്കാൻ പറ്റത്തില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം എല്ലാം ഒന്ന് അറിയപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തു. കഷ്ടമായി. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ആദ്യത്തെ നടത്താമെന്ന് പറയുന്നത് നമ്മുടെ ശംഖുമുഖത്തായിരിക്കും. നമ്മളിതാ കാറ് വാപ്പയെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. വാപ്പ നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നല്ല തിരക്കുണ്ട് കണ്ടോ, ബൈക്കും കാറും ഒക്കെ അങ്ങ് ഒരുമിച്ച് കൊണ്ട് ഒതുക്കി അങ്ങ് ഇട്ടിരിക്കുവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ നടക്കുവാണ്. വാപ്പ എയർപോർട്ടിൻ്റെ അവിടെയാണ്, ഡൊമസ്റ്റിക്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് നടന്നു പോകും. ഇവിടെയും തിരക്കാണ് വണ്ടികൾ. 2025 ആയിട്ട് മാക്കാതെ നടക്കണം നമ്മളെല്ലാവരും. അതെ അതെ, കനകുന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയാണ് കേസ് നടന്നത്. അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, വ്ളോഗൊന്നും ഇല്ലാതെ വ്ളോഗ് എടുക്കാനും പറ്റൂല, കാരണം എൻ്റെ കുഞ്ഞുമോടെ മോൻ എൻ്റെ തോളിലായിരുന്നു കേസ്, അതുകൊണ്ട് അതിനും പറ്റിയില്ലായിരുന്നു. നമ്മളിതാ ഞാനാണ് തൂക്കി നടന്നത്. ഇവിടെ ഫുൾ നമ്മൾ ഷോർട്ട് കട്ട് കയറി പോവുക. വാപ്പ എയർപോർട്ടിൽ ഷോർട്ട് കട്ട് കയറി ഉമ്മ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണ്. ഇവിടുത്തെ വഴികളെല്ലാം എൻ്റെ കുഞ്ഞുമ്മക്കറിയാം. കുഞ്ഞുമ്മയാണ് ഇവിടുത്തെ മാപ്പ് എന്ന് പറയുന്നത്. മാപ്പ് ഗൈസ്, അങ്ങനെ വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഇവിടെ ഫുൾ നമ്മുടെ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മൊത്തവും ഫുൾ വീടുകളിൽ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അനിയത്തിയുടെ സ്കൂള് കണ്ടു. ഇവിടെ ന്യൂ ഇയർ ആയതുകൊണ്ട് പള്ളിയുണ്ട്, ഒരുപാട് പള്ളിയുണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഇത്രയും വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ മെയിൻ റോഡ് പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ അവിടെ എന്താണ്. അവിടെ സ്റ്റാർസ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. അങ്ങനെ അങ്ങോട്ടങ്ങോട്ട് പോകുന്ന വീടുകളിൽ അത്രയും നല്ല സ്റ്റാർസും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്. അവിടെ പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പള്ളിയിലും ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഷോർട്ട് കട്ടിലൂടെ വന്നു ഗൈസ്. വന്ന് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എവിടെയാണ് പാപ്പ നിൽക്കുന്നു എന്ന് പറഞ്ഞത്. സോ അങ്ങോട്ടേക്ക് വീണ്ടും നടക്കുന്നു. ഒരു പട്ടിക്കുട്ടൻ ഓടി വരുന്നുണ്ട്. ബായ് പറഞ്ഞു പോകുന്നത്. എങ്ങനെയുണ്ട് നടത്താ? കാല് വേദനിക്കുന്നുണ്ടല്ലേ? സോ ഗൈസ്, നമ്മൾ അങ്ങനെ വീണ്ടും നടക്കുന്നു. അങ്ങനെ തുടങ്ങിയല്ലേ. നമ്മുടെ കാർ ഇവിടെ എവിടെയോ സംഭവം പെട്ടുപോയി. ഈ സൈഡ് ബ്ലോക്ക് ഇല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞത് ഈ സൈഡ് ബ്ലോക്ക്. ഇതാണ് നമ്മുടെ കണ്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇത്രയും റിസ്ക് സഹിച്ച് ഈ ന്യൂ ഇയർ തിരക്കാണെന്ന് അറിയാനിട്ട് വെളിയിലിറങ്ങി നടക്കാൻ വട്ടാണോ എന്ന് വിചാരിക്കും. ബട്ട് അല്ല ഗൈസ്, സംഭവം നമ്മൾ ഇതൊക്കെ ഒരു ന്യൂ ഇയർ ആയിരുന്നല്ലേ വെച്ചോ, ഇതൊക്കെ എൻജോയ്. അതവിടെ കഴിഞ്ഞു. ന്യൂ ഇയർ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മുടെ ലൈഫ് ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്നവരെക്കാളും വ്യത്യസ്തമായതുകൊണ്ടല്ലേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. അതാണ്, ഈ പറയുന്നവരെക്കാട്ടി വ്യത്യസ്തമാണ് നമ്മൾ. പിന്നല്ല എൻ്റെ കൊച്ചള ആൾ പൊളിയാ. എൻ്റെ കൊച്ചളായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ഗൈസ്. അതൊക്കെ സമയമുണ്ട്. കൊച്ചളായി ഞാൻ തീർച്ചയായും. ഓക്കെ, നമ്മളിതാ അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. കാർ കണ്ടുപിടിച്ചു. വണ്ടിയുടെ വെട്ടത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി സെറ്റായി. നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ സന്തോഷത്തിൽ പാട്ടൊക്കെ ഇട്ട് വൈബാക്കി. അങ്ങനെ നമ്മൾ ഈ തബടി പാട്ടൊക്കെ ഇട്ട് നമ്മളിതാ വൈബടിച്ച് പോവുകയാണ്. നല്ല തിരക്കുണ്ട്, നല്ല റോഡ് ഫുൾ വണ്ടികളാണ്. വണ്ടികൾ അനങ്ങുന്നില്ല, അതാണ് സത്യം, അനങ്ങുന്നില്ല. നമ്മുടെ കുഞ്ഞുമായി കൊണ്ട് ഇനി ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ച് വരാൻ. അപ്പം ഇപ്പോൾ ടൈം വന്നിട്ട് 1:30 കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പിന്നെ കുഞ്ഞുമായും കൊണ്ടാക്കിയിട്ട് ഈ രണ്ടുപേരും കിറങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളിതാ എയർപോർട്ട് വഴി കയറി ഗൈസ്. കഷ്ടിച്ച് ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടെ കൂടെ കയറി, കാരണം ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ ഇനിയും ലേറ്റ് ആവും. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി. ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു റോഡ് കയറാൻ വഴിയുള്ളത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. സോ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി വീടെത്തി. എനിക്കാണെങ്കിൽ മൊത്തത്തിൽ കിളി പോയിരിക്കുവാണ്, ഉറക്കം വന്നിട്ട് വയ്യ ഗൈസ്.
ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ബട്ട് ന്യൂ ഇയർ എൻജോയ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.